നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. 4-ൽ പിഴച്ചാൽ 5. സീറ്റ് വിഭജനം സംബന്ധിച്ച CPM CPI 4ാം വട്ട ഉഭയകക്ഷി ചർച്ചയിലും ധാരണയായില്ല. കൂടിക്കാഴ്ചയിൽ പുരോഗതിയുണ്ടെന്ന് കാനം രാജേന്ദ്രൻ. ഈ മാസം 28-ന് നടക്കുന്ന LDF യോഗത്തിനു മുമ്പ് തർക്കങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്നും CPI ജനറൽ സെക്രട്ടറി. സമവായ ചർച്ചകളിൽ CPIയെ ചൊടിപ്പിച്ചത് നിലവിലുള്ള സീറ്റുകളിൽ 1 വിട്ടു നൽകണമെന്ന നിലപാട്. പുറത്തുള്ള കക്ഷികൾക്ക് വേണ്ടി സ്വന്തം സീറ്റ് നൽകാനാവില്ലെന്ന് CPI. അതേസമയം ജില്ലകളിൽ നിന്നുള്ള സാധ്യതാ പട്ടികയിൽ അന്തിമ തീരുമാനത്തിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ. PK ഗുരുദാസൻ ഉൾപ്പെടെ VS ചേരിയിലെ മുതിർന്ന നേതാക്കളെ കൂട്ടത്തോടെ ഒഴിവാക്കിയതിൽ കടുത്ത അതൃപ്തി. ധർമ്മയുദ്ധത്തിന് പടയൊരുക്കം. നിയമസഭയിലേക്ക് കന്നി അംഗത്തിനൊരുങ്ങുന്ന BDJS 29 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. യോഗക്ഷേമ സഭാ നേതാവ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് തിരുവല്ലയിലും BDJS ജനറൽ സെക്രട്ടറിമാരായ സുഭാഷ് വാസു കുട്ടനാട്ടിലും TV ബാബു നാട്ടികയിലും മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് 3 ദിവസത്തിനകം പ്രഖ്യാപനമുണ്ടാകുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഇനി മുന്നണി വിശേഷം. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറാനിരിക്കെ തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തും ആശയക്കുഴപ്പം. മത്സരിക്കാൻ തൃപ്പൂണിത്തുറ തന്നെ വേണമെന്നാവശ്യപ്പെട്ട് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഇന്ന് മോദിയെ കാണും. മണ്ഡലത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച തുറവൂർ വിശ്വംഭരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പരിഹാരം കാണാനാകാതെ BJP. തിരുവനന്തപുരം സീറ്റിലേക്ക് നടൻ സുരേഷ് ഗോപി സമ്മതം മൂളാത്ത സാഹചര്യത്തിൽ V സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് നൽകുമോ എന്നതിൽ അനിശ്ചിതത്വം. അതിനിടെ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച നടൻ കൊല്ലം തുളസിയും രംഗത്ത്. അതേസമയം തർക്കമണ്ഡലങ്ങൾ മാറ്റി നിർത്തി BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ട്. നേരത്തെ പ്രഖ്യാപിച്ച 22 പേരടക്കം 85 സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായി കുമ്മനവും V മുരളീധരനും ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ ഡൽഹിയിൽ. പ്രഖ്യാപനം ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ. വൈകിപ്പോയ വിഭജനം. സീറ്റ് വിഭജനം സംബന്ധിച്ച ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ കടിച്ചമർത്തി കോൺഗ്രസ്. അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സുധീരനും ഉമ്മൻചാണ്ടിയും രമേശും തിങ്കളാഴ്ച ഡൽഹിക്ക് പോകാനിരിക്കെ സീറ്റ് ചർച്ചകൾ തുടങ്ങിയെടുത്തു തന്നെ. മുന്നണിയിൽ ഇടങ്ങേറായി മാണി കോൺഗ്രസിന്റെ സീറ്റ് മോഹവും വച്ചുമാറൽ തർക്കങ്ങളും. കേരള കോൺഗ്രസ് അധികമായി ആവശ്യപ്പെട്ട 3 സീറ്റുകളിൽ ഒരെണ്ണം നൽകി പ്രശ്നം പരിഹരിക്കാൻ സാധ്യത. എന്നാൽ പാർട്ടി പിളർന്ന സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ നൽകേണ്ടതില്ലെന്ന് കോൺഗ്രസിൽ പൊതുവികാരം. പുനലൂർ കുട്ടനാട് മണ്ഡലങ്ങൾ വച്ചുമാറാനും മാണിക്കുമേൽ സമ്മർദ്ദം. സഖ്യത്തിൽ സമവായം. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ കശ്മീരിൽ വീണ്ടും BJP PDP സർക്കാർ. മെഹബൂബ മുഫ്തി ജമ്മു കശ്മീരിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകും. നിർമ്മൽ സിംഗ് ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞാ തീയതിയിൽ പ്രഖ്യാപനം ഗവർണർ NL വോറയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. മെഹബൂബ മുഫ്തിയെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തത് ഇന്നലെ ചേർന്ന PDP യോഗം. മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മരണശേഷം മന്ത്രിസഭാ രൂപീകരണം നീണ്ടത് PDP നേതാക്കൾ പുതിയ നിബന്ധനകൾ മുന്നോട്ട് വച്ചതിനെ തുടർന്ന്. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2630 രൂപ, പവൻ 21,040 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.